ഓക്കെ, എവിടെയാണെന്ന് അറിയുന്നില്ല. മൊത്തമായി അത് എന്തായാലും പിന്നെ ആഗമനം കണ്ണിൽ നിറയും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ എം ഗ്ലാഡ് വിത്ത് യു. താങ്ക് യു. വളരെ നന്നായി പ്രതികരിക്കുന്ന ഒരു ടീമാണ് എൻ്റെ കൂടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, മനസ്സിലാണ് അതിനാണ് അടുത്തൊരു ചോദ്യമുണ്ട്. മനസ്സ് എവിടെയാണ്? കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? സോറി, തൊടാൻ പറ്റുന്നുണ്ടോ? നിറമുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അത് നമുക്ക് പറയാൻ പറ്റുമോ മനസ്സിനെ കുറിച്ച്? പുതിയ കാലത്ത്, ടെക്നോളജിയുടെ കാലത്ത് മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സ് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഫിസിക്കലായ നമ്മുടെ ഈ രൂപത്തിന്റെ ഈ ഹാർഡ്വെയറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മനസ്സ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത്, എഐയുടെ യുഗത്തില് കുറച്ചുകൂടെ കടന്നു പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ നമുക്കതിനെ ഇടപെടാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. വെരി ഗുഡ്. വലിയൊരു ബിൽഡിങ്ങിന്റെ ചാവി എന്നതുപോലെ. ഇപ്പൊ മനസ്സില്ല, നമ്മൾ എപ്പോഴും പറഞ്ഞ വാക്കാണ് മനസ്സില്ല. വരുന്നോ? മനസ്സില്ല. അല്ലെങ്കിൽ ഏതൊരു കാര്യം ചോദിക്കുമ്പോഴും പലപ്പോഴും കൊടുക്കുന്ന ഉത്തരം അതിനിപ്പോ എനിക്ക് മനസ്സില്ല എന്നാണ്, ഞാനതിന് തയ്യാറല്ല എന്നാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാത്ത വിധം വ്യത്യസ്തമാണ്. അതേക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇറ്റ് ഇസ് എ പ്രോസസ്. മനസ്സൊരു പ്രോസസ്സാണ്. അത് പലപ്പോഴും നമ്മുടെ ഇൻഫർമേഷൻ തരുന്ന ഒരു കാര്യം മാത്രമാണ്. നമുക്കത് പലപ്പോഴും കാണാൻ കഴിയില്ല. പലപ്പോഴും അല്ല, ഒരിക്കൽ പോലും കാണാൻ കഴിയുന്നതായിട്ട് ഇതുവരെ അതിന്റെ രേഖകളിലോ അല്ലെങ്കിൽ അറിവുകളോ ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കലായ രൂപം നമുക്കുണ്ട്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സ് വേറെ, മസ്തിഷ്കം വേറെ, മൈൻഡ് വേറെ, ബ്രെയിൻ വേറെ. യെസ് ഓർ നോ? ബ്രെയിൻ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും സഹായിക്കുന്ന, നമ്മളിപ്പോ ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേട്ടിരിക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ചലനങ്ങളെ, നമ്മുടെ ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന, അതിനെ സഹായിക്കുന്ന, അതിന് ശക്തി പകരുന്ന ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ബ്രെയിൻ. അതേ സമയത്ത് ഈ ശരീരഭാഗങ്ങളൊക്കെയും നിയന്ത്രിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മനസ്സ് എന്നത്. മനസ്സ് ശക്തിപ്പെട്ടാൽ ജീവിതം ശക്തിപ്പെടുത്താൻ കഴിയും. മനസ്സ് ദുർബലമായാൽ, ബലം കുറഞ്ഞു വന്നാൽ നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തകളും നമ്മുടെ ജീവിത രീതിയും താളം തെറ്റിപ്പോകുമെന്നത് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. സ്വർണോ? ശരിയാണോ? ഓക്കെ, പറയൂ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. മനസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മനസ്സ് ശക്തിപ്പെടുത്തുക, മൈൻഡ് പവറാണ് ഏറ്റവും പ്രധാനം. മൈൻഡ് പവറാണ് ഏറ്റവും പ്രധാനം. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞു, ബ്രെയിനും മൈൻഡും വ്യത്യസ്തമാണ്. അങ്ങനെയാണ് സൈക്കോളജി എന്താണ്? സൈക്കോളജി എന്താണ്? നമ്മുടെ യെസ്, ഞാൻ പറയുന്നുണ്ടോ? സൈക്കോളജി, വാട്ട് ഈസ് സൈക്കോളജി? എന്താണ് മനഃശാസ്ത്രം? ഓക്കെ, പറഞ്ഞോളൂ.
ഇവിടെ തെറ്റുന്നില്ല കേട്ടോ, ഉത്തരങ്ങളൊക്കെ ശരിയായിരിക്കാം ഒന്നല്ലെങ്കിൽ മറ്റു നിലക്ക്. മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സൈക്കോളജി. സൈക്കോളജി എന്നത് മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, നമ്മുടെ ഇടപെടലിനെ കുറിച്ച്, നമ്മുടെ മനസ്സിലാക്കലിനെ കുറിച്ച്, നമ്മുടെ വൈകാരിക തലങ്ങളെ കുറിച്ച്, പെരുമാറ്റത്തെ കുറിച്ച്, അങ്ങനെ തുടങ്ങി ഈ മനസ്സുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെ കുറിച്ചുമുള്ള ശാസ്ത്രീയ പഠനത്തെയാണ് സൈക്കോലോഗോസ് എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. അതിലേക്ക് ഞാൻ ഇറങ്ങി പോകുന്നില്ല. സൈക്കോളജി എന്നത്, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മനസ്സെന്താണെന്ന് ഞാൻ പറഞ്ഞു, മനഃശാസ്ത്രം എന്താണ് നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാനസികമായ പ്രവർത്തനത്തെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും മനസ്സ് എന്നത് ഓരോ സെക്കൻഡിലെയും ആയിരക്കണക്കായ ചിന്തകൾ കൂടി ചേർന്നാണ് മനസ്സ് എന്നത്. നമ്മിലേക്ക് അത് ചിത്രങ്ങളായി, വികാരങ്ങളായി ഈ കാര്യങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് നമ്മളിലേക്ക്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ് സൈക്കോളജി. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമുണ്ട്, മനസ്സ് എവിടെയാണെന്ന് അറിയില്ല. ശരിയാണ്. പക്ഷെ അതുണ്ടോ ഇല്ലയോ? മനസ്സ് എന്ന് നമുക്ക് നമ്മിലുണ്ടോ ഇല്ലയോ? മൈൻഡ് വെരി ഗുഡ്. മനസ്സുണ്ട്. ഇത് കേൾക്കാൻ മനസ്സുണ്ട്, പങ്കെടുക്കാൻ മനസ്സുണ്ട്, ഇതിൽ അറിയാൻ മനസ്സുണ്ട്, ജീവിക്കാൻ മനസ്സുണ്ട്. അത് മറ്റൊരർത്ഥമാണ്. മനസ്സ് എന്നത് ഒരു സംവിധാനം, ഒരു കാര്യം നമ്മിലുണ്ടോ? ഉണ്ട്. എന്താണത്? ഇറ്റ് ഈസ് എനർജി. അത് ഊർജമാണ്, എനർജിയാണ്. അതിന് വ്യത്യസ്ത തലങ്ങളുണ്ട്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലേക്ക് പഠനങ്ങൾ താഴേക്ക് ഇറങ്ങി പോകുന്നു. വീണ്ടും അതിനെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു എനർജിയാണ്. എന്താണ് എനർജി? നമ്മളൊക്കെയും എനർജിയാണ്. നമ്മുടെ ചുറ്റും നമ്മൾ ധരിച്ചിരിക്കുന്നതും, നമ്മുടെ കൂടെയുള്ളതും, നമ്മൾ ചെയ്യുന്നതും, നമുക്ക് ചെയ്യാൻ കഴിയുന്നതും ഒക്കെ എനർജിയാണ്. ഈ എനർജി വളരെ പ്യൂരിഫൈ ആയി ശുദ്ധീകരിക്കപ്പെട്ട രീതിയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് എങ്ങനെ അനുഭവപ്പെടും? നേരത്തെ പറഞ്ഞു, സന്തോഷമാണ്, ദുഃഖമാണ്, പ്രശ്നമാണ്, എല്ലാം കൂടി ചേർന്ന അവിയൽ പരുവമാണ് നമ്മൾ പറഞ്ഞു. നമ്മൾ ജനിച്ചപ്പോഴേ ഈ അവിയൽ പരുവമായിരുന്നോ? കുട്ടിക്കാലത്ത് നമുക്ക് ദുഃഖങ്ങളാണോ സന്തോഷമാണോ കൂടെ ഉണ്ടായിരുന്നത്? ദുഃഖിക്കാനുള്ള അവസരങ്ങൾ ചുറ്റുപാടും ഉണ്ടാകുമ്പോഴും നമ്മിൽ പ്രതിഫലിച്ചത് ദുഃഖമായിരുന്നോ, സന്തോഷമായിരുന്നോ, ആനന്ദമായിരുന്നോ? ഹലോ, സന്തോഷമായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞോളൂ, ടൈപ്പ് ചെയ്തോളൂ. വെരി ഗുഡ്, സന്തോഷമാണ്. ദുഃഖം എന്നത് നമ്മൾ അനുഭവിച്ചു തുടങ്ങിയത് ജീവിതം കുറെ കൂടെ മുന്നോട്ട് വന്നപ്പോഴാണ്. വേദന എന്ന് നമ്മൾ അനുഭവിച്ചു തുടങ്ങിയത്, ഓക്കെ മുഹമ്മദ് സഹിൽ, നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ചത് സന്തോഷമായിരുന്നോ ദുഃഖമായിരുന്നോ? നമ്മൾ കൂടുതൽ നമുക്ക് ചുറ്റുഭാഗം ദുഃഖിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴും നമ്മിൽ ഉണ്ടായ, നമുക്ക് അനുഭവപ്പെട്ട, നമ്മൾ ഫീൽ ചെയ്തത് ദുഃഖമായിരുന്നോ സന്തോഷമായിരുന്നോ എന്നാണോ? ഹാപ്പിനെസ് ആയിരുന്നു. വെരി ഗുഡ്, സന്തോഷമായിരുന്നു. യെസ് യെസ്, സന്തോഷമായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പറഞ്ഞോളൂ, എല്ലാവരും പറഞ്ഞോളൂ. ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമാണോ നമുക്ക് അറിയാൻ കഴിയുമല്ലോ. ആർക്കും വ്യത്യസ്തമായ സംഭവം ഉണ്ടായിരുന്നോ? ഓക്കെ, സന്തോഷമായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, സന്തോഷമായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, സന്തോഷമായിരുന്നു. വെരി ഗുഡ്, ഹാപ്പി. വെരി ഗുഡ്,
മുഹമ്മദ് അമാനി. നമ്മുടെ NLP ഉണ്ടായിരുന്ന അമാനിയാണോ ഈ അമാനി? ഓക്കെ. അപ്പൊ എന്താണ് മനസ്സ് എന്നത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ? വെരി ഗുഡ്. ഓർമ്മകളാണ്, മെമ്മറി. ചിത്രങ്ങളാണ്. മനസ്സിൽ പലപ്പോഴും നമുക്ക് രൂപപ്പെടുന്നത്, നമ്മൾ പുറത്തേക്ക് സാധനം കിട്ടുന്നത് ചിത്രങ്ങളായിട്ടായിരിക്കാം. ചിത്രങ്ങളാണ്. വികാരങ്ങളാണ്, ഇമോഷൻസ് ആണ്. മനസ്സ്, നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ അതിൽ പലപ്പോഴും നമുക്ക് പുറത്തേക്ക് പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെ ചേർന്നാണെന്നതിനെ കുറിച്ചുള്ള ഞാൻ പറയുന്നത്. ഓർമ്മകളാണ്, അതേപോലെ തന്നെ ചില ഇംപ്രഷനുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്, ഇമേജസ് ആണ്, ഇമോഷൻസ് ആണ്, ഫീലിങ്സ് ആണ്, വാല്യൂസ് ആണ്, ആറ്റിറ്റ്യൂഡ് ആണ്, മനോഭാവങ്ങൾ, ഓരോന്നിനുള്ള മനോഭാവങ്ങൾ, മോട്ടിവേഷൻസ് ആണ്, ആഗ്രഹങ്ങളാണ്, നമ്മുടെ ടാലന്റുമാണ്. ഇതൊക്കെ കൂടി, ഇതിനൊക്കെ നമ്മൾ പറയാം മനസ്സ് എന്നാണ്, അല്ലെങ്കിൽ മനസ്സിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെ ചേർന്നാണ്. അപ്പോ ഇതൊക്കെയും നമുക്ക് അനുഭവപ്പെടുമ്പോൾ ഇത് രണ്ട് നിലക്ക് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പോസിറ്റീവായി ഉണ്ടാവാറുണ്ട്, നെഗറ്റീവായി ഉണ്ടാവാറുണ്ട്. ഞാൻ ഇപ്പൊ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മൾ കുട്ടിക്കാലത്ത് സന്തോഷമാണോ കൂടുതൽ അനുഭവിച്ചത്, ദുഃഖമാണോ, വിഷമമാണോ? ഏറെക്കുറെ ആൾക്കാർ പ്രതികരിച്ച എല്ലാ ആൾക്കാരും പറഞ്ഞ ഒരു ഉത്തരം ഹാപ്പിനെസ്, സന്തോഷം എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദുഃഖം നൽകിയ, നമുക്ക് പ്രയാസങ്ങൾ നൽകിയ, നമുക്ക് മറ്റ് അസ്വസ്ഥത നൽകിയത് അതിന് ഉത്തരവാദി? ഓക്കെ, താങ്ക് യു. ഞാൻ ആദ്യം പേര് പറഞ്ഞിരുന്നു, ഒന്നുകൂടി പറയാം, തീർച്ചയായും പറയാം. അപ്പം നമുക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മിലേക്ക് വരുന്നത് നമ്മുടെ തന്നെ ചിന്തകളിൽ നിന്നാണ്. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എനർജിയിൽ വരുന്ന ഈ മാറ്റങ്ങളാണ്. എനർജിയിൽ മാറ്റം വരുന്നത്, ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങളെല്ലാം സന്തോഷവാന്മാരാണോ, ഹാപ്പി ആണോ? ഹാപ്പി ആണ് എന്ന് പറയുമ്പോൾ ഫീൽ ചെയ്തൊരു ഫീലിംഗ് എന്താ, ഇമോഷൻ എന്താ, ഫീലിങ്സ് എന്താ? ഹാപ്പി ആണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പിനെസ് ഉള്ള, ഹാപ്പിയസ്റ്റ് ആയ ഒരു മൊമെന്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. ഹാപ്പിനെസ് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. കൊണ്ടുവന്നു. ഏറ്റവും ജീവിതത്തിലെ സന്തോഷകരമായ ഒരു നിമിഷം, സന്തോഷകരമായ ഓർമ്മ, സന്തോഷകരമായ ഒരു ഫീലിംഗ്, സന്തോഷകരമായ ഒരു ഇമോഷൻ, ഒരു അനുഭവം കൊണ്ടുവന്നോ? എന്താ ഫീലിംഗ്? എങ്ങനെയുണ്ട്? എനർജി ലെവൽ കൂടുന്നോ കുറയുന്നോ? നമ്മുടെ എനർജി ലെവൽ കൂടുന്നോ കുറയുന്നോ? യെസ്, വെരി ഗുഡ്. മൈൻഡ് ഫ്രീ ആയി. വെരി ഗുഡ്, വെരി ഗുഡ്. മൈൻഡ് ഫ്രീ ആയി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇതുവരെയുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒന്നുകൂടി ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധ്യമായി. ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് നിറഞ്ഞു. യെസ് ഓർ നോ? ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നിറഞ്ഞോ ഇല്ലയോ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഒരു ചിന്ത നമ്മിലേക്ക് കൊണ്ടുവരുന്ന മാറ്റം എന്ന് ആലോചിച്ച് നോക്കിയേ. സന്തോഷകരമായ ഓർമ്മയെ, ചിന്തയെ മനസ്സിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് പോകാൻ നമുക്ക് സാധ്യമായി. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒരു പുതിയ മാറ്റം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചു, നമുക്ക് കഴിഞ്ഞു. യെസ് ഓർ നോ? ആണോ അല്ലയോ? നിങ്ങളെ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. 1-2 പേര് മാത്രമേ വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ഓൺ ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്.
യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആരാ മാറ്റം ഉണ്ടാക്കിയത്? ആ മാറ്റം നമ്മിലേക്ക് കൊണ്ടുവന്ന ആളാരാ? ഇപ്പൊ അനുഭവിച്ച മാറ്റം കൊണ്ടുവന്ന ആളാരാ? ഞാനാണ്. യെസ്, നമ്മൾ ഓരോ ആൾക്കാരും തന്നെയാണ്. നമ്മൾ ഓരോ ആൾക്കാരും തന്നെയാണ്. യെസ്, നമ്മൾ നമ്മൾ എന്ന് പൊതുവായി പറഞ്ഞു. ഞാനാണ് ഓരോ ഓരോ വ്യക്തിയുമാണ് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, നമുക്ക് സന്തോഷകരമായിരിക്കാനും സാധിക്കുമോ? അല്ല എപ്പോഴും ദുഃഖം എന്നത് നമ്മുടെ കൂടെ പിറപ്പായുള്ള കാര്യമാണോ? സന്തോഷകരമായിരിക്കാൻ അവസരം നമുക്ക് ഉണ്ടോ ഇല്ലയോ? സന്തോഷിക്കാൻ കഴിയുമോ? ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുമോ? ഒരു ചോദ്യമുണ്ട്, ആരോഗ്യവും സന്തോഷവും എന്താ ബന്ധം? നമുക്ക് നമ്മുടെ ജീവിതത്തെ ആരോഗ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമോ ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്? ഹാപ്പിനെസ് അല്ലേ? ഹാപ്പിനെസ് അല്ലേ? ആണോ അല്ലയോ? യെസ്, ഹാപ്പിനെസ് ആണ് ആഗ്രഹിക്കുന്നത്. യെസ്, ഹാപ്പിനെസ് ആണ് ആഗ്രഹിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. എന്നിട്ടും ദുഃഖം നമ്മെ വിടാതെ പിന്തുടരുന്നു, പ്രയാസം നമ്മൾ വിടാതെ പിന്തുടരുന്നു, രോഗം പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നു, ബന്ധങ്ങളിൽ പലപ്പോഴും പ്രയാസം ഉണ്ടാകുന്നു, ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, സാമ്പത്തികമായ പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. വിധി എന്നത് നമ്മൾ പറഞ്ഞ ഒരു ഭാഗത്ത് വെക്കുമ്പോൾ തന്നെയും ഇത് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ചിന്തയിൽ മാറ്റം കൊണ്ടുവരുമ്പോഴേക്ക് നമ്മുടെ മനസ്സിന്, ശരീരത്തിന് ഒരു ആയാസം, ഒരു സന്തോഷം, ഒരു റിലാക്സേഷൻ, ഒരു ഫ്രീഡം, ഒരു ഫ്രീ മൈൻഡ് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മെ സന്തോഷമാക്കി കൊണ്ടുപോകാൻ കഴിയുമോ ഇല്ലയോ? യെസ്, പറയൂ. വെരി ഗുഡ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. തീർച്ചയായും പറ്റും. വെരി ഗുഡ്. എല്ലാ ഉത്തരങ്ങളും സ്വാഗതം ചെയ്യുന്നു. ഒരു ഫ്രെയിം ചെയ്ത ഉത്തരം ഇവിടെ ഇല്ല. നിങ്ങളുടെ ഉത്തരമാണ് ഉത്തരം. യെസ്. മറ്റവരെന്ത് പറയുന്നു? ഓക്കെ, പറ്റുമെന്ന് പറഞ്ഞവരും അറിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. നമുക്ക് നോക്കാം, പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം. നമ്മുടെ മനസ്സിന്റെ, അല്ലെങ്കിൽ നമ്മെ പിറകോട്ട് വലിക്കുന്ന, നമ്മെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന, നമ്മുടെ എനർജിയെ താഴ്ത്തി കളയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളതിൽ നമ്മൾ അനുഭവിക്കുന്നത്? എന്തൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഈ എനർജി ലോ ലെവലിലേക്ക് പോകുന്നത്? നമ്മുടെ ഈ ഊർജം, നമ്മുടെ എനർജി ലോ ലെവലിലേക്ക് പോകുന്നത് എപ്പോഴാണ്? ചില ഓർമ്മകൾ വരുമ്പോഴാണ്. യെസ് ഓർ നോ? യെസ്, നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവായ ചിന്തകൾ. ആ ചിന്തകളുടെ ഭാഗമാണ് പറഞ്ഞത്. ചില ഓർമ്മകൾ, ചില ചിത്രങ്ങൾ. വെരി ഗുഡ്. ചില ചിത്രങ്ങൾ. വെരി ഗുഡ്. ചില ഓർമ്മകൾ, ചില വികാരങ്ങൾ. അതിനൊരു കാര്യം കൂടി ഉണ്ട്. പലപ്പോഴും നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രത്യേകത, മൈൻഡിൽ എല്ലാ കാര്യങ്ങളും ശേഖരിക്കപ്പെടുന്നത്, സേവ് ചെയ്യപ്പെടുന്നത് ചിത്രങ്ങളും അതിനൊപ്പം ഇമോഷൻസും ചേർന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ദേഷ്യം, ഏത് സാഹചര്യത്തോടാണോ നമുക്ക് ദേഷ്യമുള്ളത്, ഏത് വ്യക്തിയോടാണോ ദേഷ്യമുള്ളത്, ഏത് ചുറ്റുപാടിനോടാണോ ദേഷ്യമുള്ളത്, എന്തിനോടാണോ നമുക്ക് പകയുണ്ടാകുന്നത്, ആ ഒരു ചുറ്റുപാടിലേക്ക്, ആ വ്യക്തിയെ കാണുമ്പോൾ, ആ സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് വീണ്ടും എത്തിപ്പെടുമ്പോൾ നമ്മുടെ വികാരം എന്തായിരിക്കും? മാനസികാവസ്ഥ എന്തായിരിക്കും? പറയൂ, നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമുക്ക് ദേഷ്യമുണ്ട്, സാഡ് ആയിരിക്കും. വെരി ഗുഡ്. നമുക്കൊരു സാഹചര്യത്തോട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട്, ഒരു സംവിധാനത്തോട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തോട് അങ്ങേയറ്റം ദേഷ്യമാണ്.
ആ ദേഷ്യമുള്ള അവസ്ഥയിലേക്ക് യെസ് ഒന്നുകൂടെ കൂടും. നമ്മൾ ആ ആളെ, അല്ലെങ്കിൽ അത് കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട്, ആ ദേഷ്യമുള്ള സാഹചര്യം സംഭവിച്ച് കുറച്ച് ദിവസമായി, ആ വ്യക്തിയോടുള്ള ദേഷ്യം രൂപപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം, ദിവസങ്ങൾക്ക് ശേഷം, അല്ലെ ആഴ്ചക്ക് ശേഷം, അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം നമ്മൾ അതേ സാഹചര്യത്തിലേക്ക് വീണ്ടും എത്തിപ്പെടുന്നു. അതേ വ്യക്തിയുടെ മുന്നിൽ വീണ്ടും എത്തിപ്പെടുന്നു. അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വരുന്നു. എന്താ സംഭവിക്കുക? പറഞ്ഞോളൂ. ദേഷ്യം വരും, ദുഃഖമായിരിക്കും, ഇരട്ടിച്ചു, നേരത്തെ ഉത്തരം പറഞ്ഞ പോലെ ഇരട്ടിച്ചു വരും. പകയ്ക്ക് കൂടെ തിരിച്ച് ഇരച്ചു കയറി വരും. നമ്മുടെ ശരീരമാകെ ചൂടാകും, അല്ലെ? ബ്ലഡൊക്കെ ഇങ്ങനെ തിളച്ച് കയറി, നമ്മൾ ഏറ്റവും സന്തോഷകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ അറിയാതെ ഡൗൺ ആവും. ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരന്റെ കല്യാണ പരിപാടിക്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയിട്ട് നമ്മളുള്ളത്, അവിടെ എത്തി സന്തോഷത്തോടെ നമ്മൾ ഇടപെടുമ്പോഴാണ് ആ വ്യക്തി, അത്തരം ഒരു വ്യക്തി നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അത്തരം ആളുമായി ബന്ധപ്പെട്ട ചർച്ച, ആ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വീണ്ടും ഹാപ്പിയായി നിൽക്കാൻ പറ്റാറുണ്ടോ? പറ്റുമോ? ഓടിക്കൊണ്ടുവരും. വെരി ഗുഡ്. നമുക്ക് സന്തോഷിച്ചിരിക്കാൻ പറ്റില്ല. വെരി ഗുഡ്. പറ്റില്ല. വെരി ഗുഡ്. അനുഭവിച്ചിട്ടുണ്ട്. യെസ്, അനുഭവിച്ചിട്ടുണ്ട്. യെസ്. ജീവിതത്തെക്കാൾ വലിയ പാഠം വേറെ ഒന്നുമില്ലല്ലോ. അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ ഈഗോയിസവും ഈ നെഗറ്റീവായ അറ്റാച്ച്മെന്റുകളും ഈ പറഞ്ഞ ദേഷ്യവും അസൂയയും ഇതൊക്കെ മനസ്സിന്റെ തെറ്റായ ചില വിഷയങ്ങളാണ്. മനസ്സുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. കുറ്റബോധങ്ങൾ, നിരാശ, ഡിപ്രഷൻ, ബ്ലെയിം ചെയ്യുക. ബ്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച് മോശമായി തെറ്റായ പ്രചരണങ്ങളോ വാക്കുകളോ പറയുക. അതേപോലെ തന്നെ വയലൻസ്, നാണക്കേട്, ഇതൊക്കെയും മനസ്സിന്റെ തെറ്റായ വികാരങ്ങളാണ്. ഇത് ആവർത്തിച്ച് നമ്മളിലേക്ക് തിരിച്ചു കയറി വരുമ്പോൾ നമുക്ക് പലപ്പോഴും സംഭവിക്കുക എന്താണ്? നമ്മുടെ എനർജി ലെവല് താഴ്ന്നു പോകും. ഒരാളുടെ വെറുപ്പുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ അസൂയ ഉണ്ടാകുമ്പോൾ, ഒരാളുടെ ദേഷ്യം നമുക്കുണ്ടാകുമ്പോൾ, ഒരാളുടെ പക നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ, പേടി നിറയുമ്പോൾ, കുറ്റബോധം ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ലെവല് താണു പോകും. താണു പോകുന്നു മാത്രമല്ല, അത് നിരന്തരമായി ആ ഒരു മാനസികാവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മുടെ എനർജി ലെവൽ എപ്പോഴും താണിരിക്കുകയും നമ്മൾ പല രോഗങ്ങളുടെയും അടിമകളായി മാറുകയും ചെയ്യും. രോഗങ്ങൾ അനുഭവപ്പെടും നമുക്ക്. തീർച്ചയായിട്ടും രോഗങ്ങൾ അനുഭവിക്കും. യെസ്, കൺട്രോൾ തെറ്റി വരും. നമ്മൾ ഷുഗറിന്റെ, പ്രഷറിന്റെ, വേദനകളുടെ, പേരറിയാ വേദനകളുടെ അടിമകളായി മാറും. നിരന്തരമായ വേദനകൾ, നിരന്തരമായ രോഗങ്ങൾ, നിരന്തരമായ പ്രയാസങ്ങൾ, സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാത്ത വിധം നമ്മൾ മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കും. വെരി ഗുഡ്. എപ്പോഴും ക്ഷീണം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഉറക്കില്ലാതെയാവും. വിവിധങ്ങളായ രോഗങ്ങൾ നമ്മൾ കീഴ്പ്പെടുത്തും. നമ്മുടെ ഉള്ളിലുള്ള ഈ ഇമോഷൻസ്, ഈ വൈകാരികമായ കെട്ടുകൾ ഒന്നിന് പിറകെ ഒന്നായി നമ്മളിലേക്ക് നിറഞ്ഞു വരുമ്പോൾ നമുക്ക് ഭാരങ്ങൾ അനുഭവപ്പെടും. നെഞ്ഞിനൊരു വല്ലാത്ത ഭാരം, ചുമലുകൾക്ക് ഭയങ്കര ഭാരം, ക്ഷീണം,
ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത വിധം ബ്ലോക്ക് ചെയ്യപ്പെടുന്നൊരു മാനസികാവസ്ഥ. ഞാനീ പറയുന്നത് എന്റെ മാത്രം ഒരു വാക്കുകളാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇതിൽ പലതും നമ്മളോ നമ്മളുമായി ബന്ധപ്പെട്ടവരോ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. സ്വർണോ സ്വർണോ യെസ് 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 യെസ്. എന്റെ അടുത്ത് ചിലപ്പോഴൊക്കെ പലരും വരുമ്പോ ഞാൻ സംസാരിക്കുമ്പോ, കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിരുന്നു, മുഴുവൻ വേദനയാണെന്ന് പറഞ്ഞു. നെഞ്ഞിലൊരു ഭാരം എടുത്തു വെച്ചതുപോലെ ഫീൽ ചെയ്യുന്നു പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞത് ചങ്കിൽ പിടിച്ചതുപോലെ ശ്വാസം എടുക്കാനും വിടാനും പറ്റില്ല എന്നവർ പറഞ്ഞു. ഞാനോട് സംസാരിച്ച് അവരെ EFT തെറാപ്പിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഞാൻ ആ ടെക്നിക്കിലേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ദിവസങ്ങളായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കുന്നു, തൽക്കാലം ആശ്വാസം കിട്ടുന്നു, വീണ്ടും ഇതേ അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നു. ആഴ്ചയിൽ, ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ നിർബന്ധമായും എനിക്ക് ഡോക്ടറെ അടുത്ത് പോയിരിക്കണം. ആ അവസ്ഥയിൽ ഞാൻ കുറെ ദിവസമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ കെട്ടുകൾ അഴിച്ചഴിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിനകത്തുള്ള ഒരു വിഷമം, അത് കെട്ടഴിച്ചു വിടുന്നത് പോലെ അഴിച്ചു വിട്ട ശേഷമാണ് അവർ പറഞ്ഞ വാക്കുണ്ട്, ഇപ്പൊ എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്, ഇപ്പൊ ഒരു കനം കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഒരുപക്ഷെ ഇത് അനുഭവപ്പെടുന്നുണ്ടാവാം. നമ്മളുമായി ബന്ധപ്പെട്ടവരിൽ ഒരുപക്ഷെ ഈ അനുഭവം ഒരുപക്ഷെ നമുക്ക് കണ്ടേക്കാം. ഈ കൂട്ടത്തില് അദ്ദേഹം അത് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്ന എനിക്കറിയില്ല. എല്ലാ ദിവസവും നടക്കുന്ന മെഡിറ്റേഷൻ ക്ലാസ്സിൽ, രാവിലത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്. കഴിഞ്ഞ 15 വർഷത്തോളമായി അദ്ദേഹം ആളുകളോട് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു എന്നോട് അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ 6 മാസമായി വീട്ടിൽ പുറത്തുപോലും ഇറങ്ങാറില്ല. പക്ഷെ നിലവിൽ അദ്ദേഹം അത് ഓവർകം ചെയ്ത്, കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമുക്കൊരു പക്ഷെ അത്ഭുതമായി തോന്നില്ലെങ്കിൽ പോലും അദ്ദേഹം വലിയ സംഭവമായിട്ടാണ് പറഞ്ഞത്, സാറേ ഞാനിന്ന് പുറത്തിറങ്ങി, അങ്ങാടി പോയി, ഞാനിന്ന് ഹോട്ടലിൽ കയറി ചായ കുടിച്ചു, ഞാനൊരു സാധനങ്ങൾ വാങ്ങിച്ചു, ഞാൻ എന്റെ ഭാര്യക്കൊപ്പം പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിച്ചു, നടന്നു, ഞാൻ എന്റെ നാടെല്ലാം മനസ്സ് നിറയെ കണ്ടു എന്നാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നതിനെ കുറിച്ച് അദ്ദേഹം ഒരുപക്ഷെ പ്രതികരിക്കായിരിക്കും. ഞാൻ പറഞ്ഞത്, അത്തരം ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ പറയുമ്പോൾ ഇത് എത്രമാത്രം എഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഈ സംഭവം എത്രമാത്രം ചുറ്റുഭാഗം ഉണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടാൻ കൂടിയാണ്. അപ്പൊ ഇത് മറികടക്കാൻ കഴിയണ്ടേ? ഈ വികാരങ്ങളൊക്കെയും എടുത്തു പിടിച്ച് ഭാരം ചുമന്ന് ജീവിച്ചു തീർക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. സന്തോഷം എന്നത് നമ്മുടെ ജന്മാവകാശമല്ലേ? ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. സന്തോഷം നമ്മുടെ ജീവിത ജന്മാവകാശമാണ്, ബർത്ത് റൈറ്റ് ആണ്. ഇവിടെ ശ്വസിക്കാൻ നമുക്ക് അവകാശമുള്ളതുപോലെ, ഇവിടെ ജീവിക്കാൻ നമുക്ക് അവകാശമുള്ളതുപോലെ, നമ്മുടെ അവകാശമാണ് ഹാപ്പിനെസ് എന്നത്. അത് ഒരുപക്ഷെ കെടുത്തിക്കളയുന്ന വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ ചുറ്റുമുള്ള പലരും ഇടപെട്ടേക്കാം. അതൊക്കെ വാങ്ങി വെച്ച് അത് ഭാരമായി ചുമന്ന് മനസ്സിൽ കൊടുത്ത് നമ്മുടെ എനർജി തളർത്തി താഴ്ന്നു പോയി രോഗിയായി പ്രയാസപ്പെട്ട് ദുഃഖിച്ച് ജീവിക്കേണ്ടവരാണോ നമ്മൾ? അല്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ഓക്കെ ആണ് എന്ന് തോന്നുന്നവർ, അങ്ങനെയല്ല സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാണെന്ന് തോന്നുന്നവർ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടെ, അല്ലെങ്കിൽ ഒന്ന് ലവ് ഇട്ടെ, ആ ഇമോജിസ് ഒന്ന് എടുത്തിട്ടെ, നിങ്ങളുടെ മുന്നിലുണ്ടാവും റിയാക്ഷൻസ്.
യെസ് 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 യെസ്. എല്ലാരും 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 വാരി വിതറിയേ. വെരി ഗുഡ് വെരി ഗുഡ്. ഷെയറിങ്ങിന് പറ്റിയൊരു പങ്കാളി എനർജി തരുന്നതാണ്. വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും നിങ്ങൾ ഫീൽ ചെയ്യുന്ന ആ ഒരു ഇമോജി ഇമോജി എന്ന് നമ്മുടെ ഇമോഷൻസിനെ പ്രതിഫലിക്കുന്ന കാര്യമാണ്. പുതിയ കാലഘട്ടത്തിന്റെ കമ്മ്യൂണിക്കേഷന്റെ പുതിയ രീതിയാണത്. നമ്മളതൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഒന്ന് വാരി വിതറിയേ എല്ലാവരും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരും. യെസ്, നമ്മളിങ്ങനെ അതിന് മുന്നിൽ ഉണ്ട്, വെറുതെ ഇങ്ങനെ കേട്ടിരുന്ന പോലെയാണ്. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും എല്ലാവരും യെസ്, തീർച്ചയായിട്ടും. യെസ് യെസ്. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, അങ്ങനെയാണ് ഇതിനൊക്കെ മറികടക്കാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം നമുക്കുണ്ടോ? വെരി ഗുഡ്, താങ്ക് യു താങ്ക് യു. എല്ലാവർക്കും നന്ദി. സന്തോഷം സന്തോഷം. വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ മനസ്സിനെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ, പ്യൂരിഫൈ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. ഫോർഗീവ്നെസ് കഴിയും, പുറത്തു കൊടുക്കാൻ കഴിയണം. വെരി ഗുഡ്. മുഹമ്മദ് അമാനി നാട്ടിലാന്ന് തോന്നുന്നു, പങ്കാളിയെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഗ്രേറ്റ്, താങ്ക് യു. സന്തോഷിക്കാനുള്ള ഒരു വലിയ വകുപ്പാണത്, നല്ലൊരു പങ്കാളി. വെരി ഗുഡ് വെരി ഗുഡ്. ഫോർഗീവ്നെസ്, മാപ്പ് കൊടുക്കുക. ഓരോ സബ്ജക്ട്, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ. യെസ് യെസ്. വരട്ടെ, ചോദ്യം വരട്ടെ. എങ്ങനെ പുറത്തു കൊടുക്കും? പുറത്തു കൊടുക്കാതിരുന്ന കാര്യം, നമ്മളോട് മോശമായി പറഞ്ഞ ഒരാൾക്ക്, നമുക്ക് തെറ്റായ നെഗറ്റീവായ അനുഭവം തന്ന ഒരാൾക്ക്, നമ്മളെ കുറ്റപ്പെടുത്തിയ ഒരാൾക്ക്, നമ്മെ ആക്ഷേപിച്ച ഒരാൾക്ക്, നമുക്ക് വേദന തന്ന ഒരാൾക്ക് മാപ്പ് കൊടുക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ചോ? എന്താ ലാഭം, എന്താ കാര്യം? ഓക്കെ, ആരെങ്കിലും ഒരാൾക്ക് ഹാൻഡ് റൈസ് ചെയ്ത് മൈക്ക് തന്നെ പറയാം. യെസ്, പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം, നമുക്ക് പറയാം. ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് നമ്മൾ പുറത്തു കൊടുക്കാതെ കാര്യമില്ല. കാരണം എനിക്ക് നിങ്ങളിൽ ഒരാളോട് ദേഷ്യമുണ്ട്, പകയുണ്ട്. ആ പക ഉള്ള സമയത്തോളം നമ്മുടെ ഉള്ളിൽ അതൊരു നീറ്റലായി ഒരു തീക്കട്ട പിടിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നതാണ്. ബുദ്ധൻ പറഞ്ഞതിനാണ്, അതൊരു തീ പിടിക്കുന്ന പോലെയാണ്. ശ്രീബുദ്ധന്റെ വാക്കതാണ്. എല്ലാ മതങ്ങളുടെയും സാരാംശങ്ങളിൽ ഈ കാര്യം തന്നെ പറയുന്നത്, പക നമ്മെ നശിപ്പിച്ച് കളയുന്നതാണ്, ഇല്ലാതാക്കി കളയുന്നതാണ്. മനസ്സിനത് നശിപ്പിച്ച് കത്തിച്ചാമ്പലായി കളയും. ഓക്കെ, വിട്ടുകൊടുക്കാൻ പ്രയാസം ഉണ്ടാകും, ശരിയാണ്. വിട്ടുകൊടുക്കാനും പ്രയാസം ഉണ്ടാകും, ശരിയാണ്. പക്ഷെ വിട്ടുകൊടുക്കാതിരുന്നത് കൊണ്ട് നമുക്കൊരു ലാഭമില്ല, നഷ്ടമേ ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഒരാളുടെ പകയുണ്ടാകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ആളെ കാണും തോറും അത് ഇരട്ടിച്ചു വരുന്നു, അത് കൂടിക്കൂടി വരും. ആ സാഹചര്യങ്ങളിൽ, ആളെ കുറിച്ചുള്ള ഓർമ്മകളിൽ, ആ ആളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ആ ആളുടെ വീട് കാണുമ്പോൾ, ആ ആളുടെ വാഹനം കാണുമ്പോൾ, ആ ആളുടെ നേൽ കാണുമ്പോൾ പോലും നമ്മളുള്ള പുകഞ്ഞ് കത്തി വരുന്നത്. സ്വർണം, ആമറേജ്, ശരിയാണോ? അതിങ്ങനെ പുകഞ്ഞു കത്തുന്ന സമയത്തൊക്കെയും നശിക്കുന്നത് നമ്മളാണ്, നമ്മുടെ സെല്ലുകളാണ്, നമ്മുടെ കോശങ്ങളാണ്, നമ്മുടെ എനർജിയാണ് താഴ്ന്നു പോകുന്നത്. കാരണം നമ്മൾ നെഗറ്റീവായ ഓരോ ഓർമ്മകളും ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും ആ ഒരു മെമ്മറി, നമ്മുടെ എല്ലാ കോശങ്ങൾക്കും മെമ്മറി ഉണ്ട്, അത് സ്റ്റോർ ചെയ്യപ്പെടും. പക ലൂയിസ് ഹെയുടെ ഫിലോസഫി അനുസരിച്ച് ക്യാൻസറിലേക്ക് എത്തിക്കുന്നവർ പറയുന്നത്. അമേരിക്കൻ സൈക്കോളജിസ്റ്റായ ലൂയിസ് ഹേ പറയുന്നത് പക, ദേഷ്യം ക്യാൻസർ കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ഫോർഗീവ് ചെയ്യാനുള്ളത് നമ്മുടെ മനസ്സിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു തന്ത്രമാണ്, ഒരു രീതിയാണ്. മാപ്പ് കൊടുക്കുക. പൊറുക്കാതിരിക്കുമ്പോൾ നമ്മളെ നശിക്കുക. പുറത്തു കൊടുത്താൽ
അയാൾ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ നമുക്ക് നമ്മളെ സ്വന്തമാക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാം നമുക്ക് ചർച്ച ചെയ്യാം. മറ്റൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമുക്ക് മനസ്സുണ്ട്, നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കി, കോടാനുകോടി അനുഗ്രഹങ്ങൾ നമ്മിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്, നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത്രയും ഉണ്ടാകുമ്പോഴും നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പരാതി ദാരിദ്ര്യം ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, രോഗങ്ങൾ ഉണ്ടാക്കുന്നു, ബന്ധങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മൾ തകർന്നു പോകുന്നു. നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാത്തിലും വർധന ഉണ്ടാക്കുന്നു. സമ്പത്തിൽ, ജീവിതത്തിൽ, ബന്ധങ്ങളിൽ, ആരോഗ്യത്തിൽ, എല്ലാ കാര്യങ്ങളിലും, ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും വർധന ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒറ്റ മൂല്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി എന്നത്. മറ്റൊന്ന് അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവ്, നിബന്ധനയില്ലാത്ത സ്നേഹങ്ങൾ. അവനത് ചെയ്തെന്നാൽ എനിക്കിഷ്ടമാണ്, അവളെല്ലാ കാര്യവും എനിക്ക് തന്നാൽ എനിക്ക് ഭാര്യയ്ക്ക് ഇഷ്ടമാണ്, എന്റെ എല്ലാ കാര്യവും സമ്പത്ത്, പൈസ തന്നാൽ എനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു തന്നാൽ എനിക്ക് ഭർത്താവിന് ഇഷ്ടമാണ്, നമ്മൾ പറയുന്ന പോലെ കേട്ട് നമ്മളുടെ അനുസരിച്ച് ജീവിച്ചാൽ എനിക്ക് മക്കളെ ഇഷ്ടമാണ്, എന്റെ ഷോപ്പിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ കൂടെയുള്ള എന്റെ കോവർക്കേഴ്സിനെ ഇഷ്ടമാണ്, എന്നെ അംഗീകരിച്ച് എന്റെ കാര്യങ്ങളിൽ സഹായിച്ചു പോയാൽ എനിക്ക് എന്റെ മാനേജർ ഇഷ്ടമാണ്, എന്റെ മേലധികാരി ഇഷ്ടമാണ്. നിബന്ധനകൾ വെച്ച് അവർക്ക് സ്നേഹങ്ങൾ, നിബന്ധനയില്ലാത്ത സ്നേഹം. അത് ഏറ്റവും പ്രധാനമായി നമ്മളോട് തന്നെയും വേണം ആ സ്നേഹം. ഞാനെന്താ ഇങ്ങനെ ചിന്തക്ക് പകരം എനിക്ക് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയണം. പോസിറ്റീവായ വിശ്വാസങ്ങൾ, പോസിറ്റീവായ മനോഭാവങ്ങൾ, നമ്മുടെ വിശ്വാസം, ഫെയ്ത്ത്, പ്രതീക്ഷ, ഇതൊക്കെ നമ്മുടെ മൈൻഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തടസ്സമായി നിൽക്കുന്ന പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു പല ഓർമ്മകളുമാണ്, പല ഇമോഷൻസുമാണ്, പല നെഗറ്റീവായ ഇമോഷൻസുമാണ്. ആ ഇമോഷൻസ് നമ്മെ മുന്നോട്ട് പോകാൻ സഹായിക്കുമോ അല്ലെ പിറകോട്ട് വലിക്കുമോ? നമ്മളെ ആരോഗ്യത്തോടെ ജീവിക്കാൻ സഹായിക്കുമോ നമ്മളെ രോഗിയാക്കി മാറ്റുമോ? ബന്ധങ്ങൾ നമുക്ക് ഗുണങ്ങൾ തരുമോ അല്ല ബന്ധങ്ങൾ താറുമാറി പോകുമോ? സമ്പത്തിൽ അഭിവൃദ്ധി അനുഭവപ്പെടുമോ അല്ല ദാരിദ്ര്യം പ്രയാസം അനുഭവപ്പെടുമോ ഈ ഇമോഷൻസുമായി ജീവിക്കുമ്പോൾ? രോഗിയാക്കും, പ്രയാസം കൊണ്ടുവരും, ബന്ധങ്ങൾ താറുമാറാകും, സാമ്പത്തികമായി നമ്മൾ തകർന്നു പോകും, അഥവാ എല്ലാ നിലക്കും നമ്മൾ പ്രയാസങ്ങൾ അനുഭവപ്പെടും. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മോചനം നേടാൻ നമ്മെ സഹായിക്കുന്ന വളരെ എളുപ്പത്തിൽ കഴിയുന്ന വിതിൻ മിനിറ്റ്സ് സാധ്യമാക്കുന്ന ഒരു ടെക്നിക്കാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അതേക്കുറിച്ചാണോ എന്ന് പറയാൻ നമ്മൾ ഇവിടെ ഒത്തുകൂടിയത്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഇത്തരം ഇമോഷൻസിൽ നിന്ന് സ്വതന്ത്രമാകാൻ നമ്മൾ സഹായിക്കുന്ന വളരെ അത്ഭുതകരമായ ഒരു ടെക്നിക്കാണത്. ഒന്നുമില്ല. എന്താണ് EFT? EFT എന്ന് പറഞ്ഞാൽ എനർജി പ്ലസ് സൈക്കോളജി. ഏത് എനർജി? നമ്മളാണ് എനർജി. എനർജിയുടെ ഏറ്റവും വലിയ രൂപമാണ് നമ്മുടെ മനസ്സ്. നമ്മൾ ഓരോ ആളുകളും എനർജിയാണ്. ഈ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ചില മെറിഡിയൻ പോയിന്റ്സ് നമുക്കുണ്ട്. ചൈനീസ് ചികിത്സാ രീതികളിലെ അക്യുപ്രഷർ, അക്യുപഞ്ചർ കേട്ടിട്ടുണ്ടോ? അറിയില്ലേ? അത്തരം പോയിന്റുകളെ ടാപ്പ് ചെയ്ത് സിമ്പിളായി മെല്ലെ മെല്ലെ ടാപ്പ് ചെയ്ത് വളരെ സിമ്പിളായി ടാപ്പ് ചെയ്ത് നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്ന, അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിനു വേണ്ട പ്രത്യേക സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കി ആ സ്ക്രിപ്റ്റുകൾ അനുസരിച്ച് അത് പറഞ്ഞ് നമ്മൾ ഈ ടാപ്പ് ചെയ്ത് ചെറിയ രീതിയിൽ ടാപ്പ് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞ വികാരങ്ങളെ, ഈ പറഞ്ഞ ഇമോഷൻസിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന ഒരു രീതിയാണ്, ആധുനിക ചികിത്സാ രീതി തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് EFT. ഇപ്പോൾ പ്രചാരത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്.
1980-കളിലാണ് EFTയുടെ ആദ്യ രൂപമായ TFT ഉണ്ടായത്. TFT. ആ TFT തോട്ട് ഫീൽഡ് തെറാപ്പി എന്ന TFTയിൽ നിന്ന് അത് രൂപപ്പെടുത്തുന്നത് റോഗർ കല എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് അടുത്തൊരാൾ വരുമ്പോൾ ഒരു നിലക്കും അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അദ്ദേഹം അവസരം കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഈ തോട്ട്സിനെ റിലീസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. അത് 1990-കളാവുമ്പോൾ ഇമോഷൻ ഫ്രീഡം ടെക്നിക്കായിട്ട് ഗാരി ക്രൈഗിന്റെ ഒരു പുതിയ രീതി അത് സംവിധാനിക്കുന്നു. അതാണ് EFT. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം വരില്ലോ. ജസ്റ്റ് ഒന്നെല്ലാവരും റിലാക്സ് ചെയ്യുന്ന റെഡി ആയിരിക്കാം. ഓക്കെ, അതിൽ പോകുന്നതിന് മുമ്പ് അറിയോ? ഓക്കെ, ഹലോ, അറിയോ? ഓക്കെ, ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദിക്കാൻ? ഓക്കെ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, നോ, താങ്ക് യു. ഓക്കെ, മതി വരുമോന്നാണോ മടി വരുമോന്നാണോ? മനസ്സിലായില്ല. മടി മാറുമോന്നാണോ ചോദിച്ചത്? നോക്കാം. ഓക്കെ, ചോദ്യം ക്ലിയർ ആയിട്ടില്ല, നമുക്ക് നോക്കാം. താങ്ക് യു. ഓക്കെ, ഒന്ന് റിലാക്സ് ആയിരിക്കും. യെസ്, അത് മാറാൻ വഴിയുണ്ട്, നമുക്ക് മാറ്റാം. തീർച്ചയായിട്ടും മാറും. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഓക്കെ പാസ്റ്റിൽ കുഴി കിടക്കുന്ന പോലെ ഓക്കെ നമുക്കത് തിരിച്ച് റിലീസ് ചെയ്യണം. തീർച്ചയായിട്ടും പാസ്റ്റിൽ കുടുങ്ങിക്കുമ്പോഴാണ് ടെൻഷൻ വല്ലാതെ നമ്മൾ കീഴടക്കുക. ഫ്യൂച്ചറിൽ കുടുങ്ങിക്കുമ്പോഴാണ് ആങ്സൈറ്റിയിലേക്ക് നമ്മൾ എത്തുക. ഇത് രണ്ടിനും അല്ലാതെ നടുക്ക് ഈ നിമിഷത്തിൽ കൂടെ ജീവിച്ചു പോകുമ്പോഴാണ് ജീവിതം നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ലിവിങ് നൗ, ഈ നിമിഷത്തിൽ ജീവിക്കുക. റൈറ്റ്? ശരിയല്ലേ? ഈ നിമിഷം ജീവിക്കാൻ കഴിയണം. കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മകളിലല്ല, വരും കാലത്തിന്റെ ഉത്കണ്ഠയിലുമല്ലാതെ രണ്ടിനെയും ഇടയിൽ ജീവിക്കുന്ന നിമിഷങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ച് കഴിക്കുന്ന ഭക്ഷണത്തെ രുചി അറിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് അനുഭവിച്ചിട്ട് എവിടെ നിന്ന് എത്രത്തോളം ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ആ നിമിഷം മുതൽ അത് അറിഞ്ഞ് ആസ്വദിച്ച് അനുഭവിച്ച് ഇങ്ങനെ ഒരു ദിവസം പോവുക. ഇത് മനോഹരമായിരിക്കുന്നത് സാധ്യമാണ്. നമുക്കത് സാധ്യമാണ്. തീർച്ചയായിട്ടും അനുഭവം കൊണ്ട് കൂടിയാണ് പറയുന്നത്. സാധ്യമാണ്. ഓക്കെ, ഒന്ന് റിലാക്സ് ആയിരിക്കാം, ഫ്രീ ആയിരിക്കാം. എന്ത് ഫീലിംഗ് ആണോ നിങ്ങൾ ഉള്ളിലേക്കുള്ളത് അഥവാ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഈ ഒരു ഭാഗം കാണുന്നുണ്ടോ? ഞാൻ കാണിക്കുന്നത് കാണുന്നുണ്ടോ? ഈ ഒരു ഭാഗം എല്ലാവരും കയ്യില് വലത്താണെങ്കിൽ ഇടത്താനും കുഴപ്പമില്ല. ഇടത്തായിരിക്കും സുഖം. ഈ ഒരു കൈ. ഹലോ, കാണുന്നുണ്ട് എല്ലാവരും? ഓക്കെ, ആ ഓർമ്മകൾ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഇപ്പം മടിയാണ്, അല്ല ദേഷ്യമാണ്, അല്ലെങ്കിൽ അസ്വസ്ഥതയാണ്, അത് പറഞ്ഞുകൊണ്ടേ ഇവിടെ നിന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് അസ്വസ്ഥത 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 അസ്വസ്ഥത, അല്ലെങ്കിൽ മടി 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 മടി. ഒന്ന് പറഞ്ഞുകൊണ്ടേ ഒന്ന് ടാപ്പ് ചെയ്ത് ജസ്റ്റ് ടാപ്പിംഗ്. ഈ ഒരു 3 വിരല് അല്ല 2 വിരലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് അത് പറഞ്ഞുകൊണ്ട് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് പറഞ്ഞുകൊണ്ട്. ഓരോ ആൾക്കാരും വ്യത്യസ്തമായിരിക്കും.
അതുകൊണ്ടാണ് ഞാൻ ഏകീകരിച്ചെന്ന് പറയാത്തത്. ഇനി വേദന ആണെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് തരാം. തലവേദന 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 ഇത് പറഞ്ഞുകൊണ്ട് ടാപ്പ് ചെയ്യാം. ടാപ്പ് ടാപ്പ്. പറഞ്ഞുകൊണ്ട് ടാപ്പ് ചെയ്യാം. മനസ്സിലാക്കേണ്ട കുറച്ച് ഉറക്കത്തിന് പറഞ്ഞു. നിങ്ങൾ ശരിയും കേൾക്കുന്നതിൽ പറഞ്ഞു. ഓക്കെ, റിലാക്സ് റിലാക്സ്. ഒന്ന് ഓർത്ത് നോക്കി, ഇപ്പൊ ഒന്ന് നോക്കിയേ, നേരത്തുള്ള ഫീലിങ്സ് ഇപ്പം വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയേ. നേരത്തെ തുടങ്ങുമ്പോഴുള്ള ഫീലിങ്സും ആ ഒരു ഇമോഷനും അല്ലെങ്കിൽ ആ ഒരു തോന്നലും ആ ഒരു അനുഭവവും ഇപ്പൊ ഇത് ടാപ്പ് ചെയ്ത ശേഷം മാറ്റം ഉണ്ടോ ഇല്ലയോ നോക്കി. ഒന്ന് പറഞ്ഞേ, യെസ് ഓർ നോ പറഞ്ഞാൽ മതി. യെസ് ഓർ നോ. ഓക്കെ, കുറഞ്ഞു. വെരി ഗുഡ്. കുറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. മറ്റുള്ളവരെന്ന് പറഞ്ഞേ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു മെറിഡിയൻ പോയിന്റിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ചെറിയൊരു പ്രഷർ കൊടുത്ത് കുറഞ്ഞ സമയം ചെയ്യുമ്പോഴേക്ക് തന്നെ ചെറിയ മാറ്റം ഫീൽ ചെയ്യെങ്കിൽ പിന്നെ റൗണ്ട് നമുക്ക് ഫുൾ ചെയ്ത് നോക്കാം. മറ്റുള്ളവരോട് പ്രതികരിച്ച ശേഷം നമുക്ക് പോവാം. മറ്റുള്ളവരുടെ അനുഭവം എന്ന് പറഞ്ഞേ. ഒരാളിപ്പോ കുറഞ്ഞു പറഞ്ഞു. വെരി ഗുഡ്, താങ്ക് യു, ഗ്രേറ്റ്. മറ്റുള്ളവർ പറഞ്ഞേ, എന്താണ് അനുഭവം? നിർത്തിയില്ലേ? ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നല്ല സുഖം ഉണ്ടാവും ചെയ്യാൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ എന്താണ് നേരത്തെ എടുത്തതെന്ന് മനസ്സിൽ വേണേ. നേരത്തെ എന്താണ് നിങ്ങൾ ഉള്ളിലേക്ക് എടുത്ത ചിന്ത എന്ന് മനസ്സിലേക്ക് വേണം. ഓക്കെ ഓക്കെ. ഇനി ഞാൻ കാണിക്കുന്ന സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അത് പറഞ്ഞുകൊണ്ട് ഒന്ന് ഈ ഭാഗം ജസ്റ്റ് അത് പറഞ്ഞുകൊണ്ട് ഇവിടെ ടാപ്പ് ചെയ്യാം. കണ്ണിന്റെ ഈ പുരികത്തിന് നേരെ മേലെ പെട്ടെന്ന്. പിന്നെ ഇവിടെ എന്നൊന്ന് ഫോളോ ചെയ്യാം. പിന്നെ ഇവിടെ പറഞ്ഞുകൊണ്ട് കണ്ണിന് താഴെ. Can you follow me? കാണാൻ പറ്റുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഇവിടെ മൂക്കിന് നേരെ താഴെ. എന്താണോ നിങ്ങളുടെ ഫീലിങ്സ് അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ഓർമ്മകൾ കൊണ്ടുവന്ന് ആ ഫീലിങ്സ് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ. പിന്നെ താടിയിൽ. പിന്നെ ഇവിടെ ഒരു എല്ലില്ലേ, ഇവിടെ ഒരു കോളർ ബോൺ അവിടെ. പിന്നെ കൈ ഉയർത്തിട്ട് കൈ ജസ്റ്റ് കൈയുടെ താഴെ, കൈയുടെ നേരെ താഴെ. പിന്നെ തലയുടെ മുകളിൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ? പോയിന്റ്സ് ക്ലിയർ ആയല്ലോ? അതിലേക്ക് കൃത്യമായിട്ട് നമുക്ക് പോകാം. ഇപ്പൊ ജസ്റ്റ് പോയിന്റ്സ് ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നിങ്ങൾ ഇമോഷൻസ് എടുക്കുക. നിങ്ങൾക്കുള്ള ഒരു ഇമോഷൻ, ഒരു ഫീലിങ്സ്, ഒരു ഓർമ്മ, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് എത്രയുണ്ടെന്ന് പറയാം. ഒരു 10ലാണ് നമ്മൾ അളക്കുന്നത്. 10ൽ 0 to 10 എന്ന നിലക്കാണ് നമ്മൾ അളക്കുന്നെങ്കിൽ 10ൽ എത്രയുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിൽ കാണാം. 10ൽ 10, 10ൽ 9, 10ൽ 7,
അല്ലെ 10-6, അല്ലെ 10-5, 10-4, അങ്ങനെ. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ആ ഫീലിങ്സ് പറഞ്ഞുകൊണ്ട് ഇപ്പോ മടി അനുഭവപ്പെടുമ്പോഴും അല്ലെങ്കിൽ ദേഷ്യം അനുഭവപ്പെടുമ്പോഴും ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ദേഷ്യം അനുഭവപ്പെടുമ്പോഴും, നേരത്തെ സ്റ്റാർട്ടിങ് കാണിച്ച സ്ഥലം, ദേഷ്യം അനുഭവപ്പെടുകയും ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ദേഷ്യം അനുഭവപ്പെടുമ്പോഴും ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്താണോ ഫീലിങ്സ് അത് പറഞ്ഞുകൊണ്ട് പറയാം. ദേഷ്യം ആളെ പറഞ്ഞില്ല, നമുക്ക് ദേഷ്യമാണ്, ദേഷ്യം പറയാം. അല്ല, ആരും പുറത്തുള്ള നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് പറഞ്ഞാൽ മതി. ദേഷ്യമാണ്, അല്ലെങ്കിൽ അസ്വസ്ഥതയാണ്, ക്ഷീണമാണ്, വെറുപ്പാണ്, വേദനയാണ്, എന്താണോ ഫീൽ ചെയ്യുന്നത് ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ ടാപ്പ് ചെയ്യാം. ഇപ്പൊ വേദനയാണെങ്കിൽ വേദന അനുഭവപ്പെടുമ്പോഴും ഞാൻ പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. വെറുപ്പാണെങ്കിൽ വെറുപ്പ് അനുഭവപ്പെടുമ്പോഴും, വ്യക്തിയാണ് വ്യക്തിയെ പറയും, ഇന്നാളെ കാണുമ്പോൾ വെറുപ്പ് അനുഭവപ്പെടുമ്പോഴും, ജ്യേഷ്ഠനെ കാണുമ്പോൾ, ജ്യേഷ്ഠനെ കാണുമ്പോൾ, അനുജനെ കാണുമ്പോൾ, ബന്ധുവിനെ കാണുമ്പോൾ, അയൽവാസിയെ കാണുമ്പോൾ വെറുപ്പ് അനുഭവപ്പെടുമ്പോഴും ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. പ്രയാസം അനുഭവപ്പെടുമ്പോഴും ഞാൻ പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്താണോ ഫീൽ ചെയ്തത് പറയാം. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ കൊണ്ടുവരാം, മനസ്സ് കൊണ്ടുവരാം. ഓക്കെ, ഇനി ഇവിടെ ഇത് പറയാം. എന്താണോ ഫീൽ ചെയ്തത് അത് തന്നെ പറയാം, നെഗറ്റീവ് തന്നെ പറയാം. എന്താണോ വിഷയം, പ്രശ്നം തന്നെ പറയാം. വെറുപ്പ്, 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 വെറുപ്പ് അനുഭവപ്പെടുന്നു. ആളെ കാണുമ്പോൾ വെറുപ്പ് അനുഭവപ്പെടുന്നു. ആളുകൾ കാണുമ്പോൾ പ്രയാസം അനുഭവിക്കുന്നു, വിഷമം ഉണ്ടാകുന്നു, വിഷമം ഉണ്ടാകുന്നു. അടുത്ത പോയിന്റിലേക്ക്, ദേഷ്യം വരുന്നു, ദേഷ്യം വരുന്നു, വെറുപ്പ് വരുന്നു. എന്താണോ ഫീലിങ്സ് അത് പറഞ്ഞുകൊണ്ട് ടാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ വേദനയാണ്, വേദന, വേദന, വേദന അനുഭവപ്പെടുന്നു. ചില ഓർമ്മകൾ മനസ്സിലേക്ക് വരുമ്പോൾ വേദന അനുഭവപ്പെടുന്നു. ആ ഓർമ്മകൾ വല്ലാതെ തകർത്ത് കളയുന്നു. ഓർമ്മകൾ വല്ലാതെ അസ്വസ്ഥ ഉണ്ടാക്കുന്നു, വേദന ഉണ്ടാക്കുന്നു. മനസ്സിൽ വല്ലാതെ ഭാരം തോന്നുന്നു, പ്രയാസം ഉണ്ടാക്കുന്നു, അസ്വസ്ഥത ഉണ്ടാക്കുന്നു, ക്ഷീണം തോന്നുന്നു, ക്ഷീണം തോന്നുന്നു, ക്ഷീണം തോന്നുന്നു, ക്ഷീണം തോന്നുന്നു, ക്ഷീണം തോന്നുന്നു. എന്താണോ ഫീൽ ചെയ്യുന്നത് അത് പറഞ്ഞുകൊണ്ട് ചെയ്യാം, ടാപ്പ് ചെയ്യാം. യെസ്, അങ്ങനെ ഒരു 3 റൗണ്ട് ചെയ്തേ. ഓക്കെ, 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 വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, യെസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, റിലാക്സ്. കഴിഞ്ഞെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞേ, ടെക്സ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട്. വളരെ വേഗത്തിൽ ചെയ്യാണ്, അവിടെ ചെറിയൊരു മാറ്റം, വളരെ ചെറിയ മാറ്റം, മൈന്യൂട്ടായ മാറ്റം ഇപ്പം ഒരു പക്ഷെ അനുഭവിക്കുകയുള്ളൂ. അത് വിശദമായി ചെയ്യുമ്പോൾ വിശദമായ മാറ്റം അത് അനുഭവിക്കും. യെസ്, ഒന്ന് പറയൂ, എങ്ങനെയുണ്ട്. ഓക്കെ, ചെയ്തുകൊണ്ടേയിരിക്കാൻ തോന്നും. ചിലർക്ക് ഒരു അസ്വസ്ഥത, തലേന്നൊക്കെ ഒരു അസ്വസ്ഥത പെരുത്ത് കയറുമ്പോൾ തോന്നും. എന്ത് ഫീലിങ്സ് ആണെന്ന് പറയണം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നേരത്തെ ഒന്നും തോന്നിയില്ല പറഞ്ഞ ആളാണ് ഇപ്പൊ ആ മാറ്റങ്ങൾ അനുഭവിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്. സങ്കടം കുറഞ്ഞ തോന്നുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചെറിയ ചേഞ്ച്, നമ്മൾ വളരെ ചെറിയ ചെയ്തിട്ടുള്ളൂ. വളരെ ചെറിയ
എനിക്കൊന്ന് മിനിറ്റുകൾ മാത്രമേ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. മിനിറ്റുകളൊന്നും പറയാൻ പറ്റില്ല. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങൾ കൂടെ കടന്നു പോകാനുണ്ട്. ഇത് ഫോബികൾക്ക് നമുക്ക് മാറ്റം ഉണ്ടാക്കും, പേടികൾക്ക് മാറ്റം ഉണ്ടാക്കും, ദേഷ്യം കുറക്കാൻ സഹായിക്കും, വെറുപ്പ് കുറക്കാൻ സഹായിക്കും, ശാരീരികമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും, ദുരന്തങ്ങളുടെ ഓർമ്മകൾ, ട്രോമകൾ നമ്മുടെ ചിന്തയിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് കളയാൻ സഹായിക്കും. ട്രോമകൾ പോകുമ്പോൾ തന്നെ ഒരുപാട് രോഗവും അതിനെ കൂടെ പോകും. ചില ലഹരികൾ, പുകവലിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെ മറ്റു ചില കാര്യം ചെയ്തുകൊണ്ടേയിരിക്കണം, ചെയ്യാൻ നടക്കില്ല, ചെയ്യാതിരുന്നാൽ പറ്റില്ല, അതിൽ മാറ്റം കൊണ്ട് നമുക്ക് സഹായിക്കും. നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഇമോഷൻസിനെ, വെറുപ്പിനെ, ദേഷ്യത്തെ, നാണത്തെ, ആത്മവിശ്വാസമില്ലായ്മയെ, അങ്ങനെ തുടങ്ങി നമ്മെ പിറകോട്ട് വലിക്കുന്ന അത്തരം ഇമോഷൻസിനെ കളയാൻ നമുക്ക് സഹായിക്കും. ചില വിശ്വാസങ്ങളെ പൊട്ടിച്ചെറിയാൻ സഹായിക്കും. സമ്പത്തിനെ കുറിച്ചുള്ള വിശ്വാസം, ബന്ധങ്ങളെ കുറിച്ചുള്ള വിശ്വാസം, ആരോഗ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ. നമുക്കൊരു വിശ്വാസമുണ്ട്, ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇത് രോഗം തന്നെയാണ്, പനിച്ചേ അടങ്ങും, അല്ലെങ്കിൽ തളർന്നേ ഉണ്ടാവും, ഷുഗർ എനിക്ക് ഉറപ്പാണ്, പ്രഷർ എനിക്ക് ഉറപ്പാണ്, അങ്ങനെ കുറെ വിശ്വാസം ഉള്ളിലുണ്ട്. അതൊക്കെ മാറാൻ നമ്മെ സഹായിക്കും. ഒരുപാട് ശാരീരികമായ രോഗങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ നമ്മെ സഹായിക്കും. പലതരത്തിലുള്ള ശാരീരിക രോഗങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് വിഷയങ്ങൾക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. 100 പറയുന്നുണ്ട്, തലവേദന ഉണ്ടായിരുന്നു, ഇപ്പൊ റിയലി കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാറ്റ്സ്. ഒരുപാട് അഭിനന്ദനങ്ങൾ. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് സ്വയം മാറാനും മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കാനുള്ള അവസരം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അതിനെക്കുറിച്ച് കൂടി പങ്കുവെക്കാനാണ് ഇത്തരം ഒരു സെഷൻ ഇവിടെ പങ്കുവച്ചത്. കാരണം നമ്മൾ ഈ ഒരു കാര്യത്തെ, ഞാനത് പഠിച്ചു, അറിഞ്ഞു, മനസ്സിലാക്കി എന്റെ കയ്യിൽ വെക്കാനുള്ളത് മാത്രമല്ലല്ലോ, അറിവാണ്, പങ്കുവെക്കാനുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായും നിങ്ങളിങ്ങനെ പങ്കുവെക്കണം. ഇപ്പോൾ തന്നെ വളരെ ബേസിക് ആയിട്ട്, വളരെ സൗജന്യമായ ഒരു സെഷനിലേക്ക് നമ്മൾ കയറി വരുമ്പോഴും ഞാൻ പറഞ്ഞു, മറച്ചു വെക്കാതെ ടെക്നിക്കൽ നിങ്ങൾ മുമ്പിലേക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വ്യത്യസ്ത രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മുടെ വിവിധങ്ങളായ പ്രയാസങ്ങളെ വളരെ ചെറിയ സമയം കൊണ്ട് മാറ്റിയെടുക്കാനുള്ള ടെക്നിക്ക് നമുക്ക് നമ്മുടെ മാറ്റാൻ പറ്റും, മറ്റുള്ളവർക്ക് അത് മാറ്റം കൊണ്ടാക്കാൻ പറ്റും. ഇനി മറ്റുള്ളവർ നമ്മുടെ മുന്നിലില്ല, ദൂരെയാണ്, നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ട് മാറ്റം കൊണ്ടുവരാൻ പോലും പറ്റും. അത്തരത്തിലുള്ള വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായ ഒരു കാര്യമാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, EFT. അപ്പൊ EFT കുറിച്ചുള്ള ഒരു അവബോധം ഒന്ന് പറയൂ, ഫീഡ്ബാക്ക് പറയൂ. ഹലോ, സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് പറയാം. ഓക്കെ, ഒന്ന് പറഞ്ഞോളൂ. അത് പിന്നെ അൺമ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യാം, സ്വയം അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. സാർ പറഞ്ഞ പോലെ ഒരു കേൾക്കുന്നുണ്ടല്ലോ? ഓ, ഉണ്ട്, കേൾക്കുന്നുണ്ട്. ആരാ സംസാരിക്കുന്നത്? സഹൽ, മുഹമ്മദ് സഹൽ. ഓ, ഓക്കെ, താങ്ക് യു. സാർ പറഞ്ഞ പോലെ ഒരു റേറ്റിംഗ് കൊടുത്തപ്പോഴേ ഒരു 10 out of 7 ഒക്കെയാണ് ഞാൻ എൻ്റെ ഒരു പാസ്റ്റ് വിഷമങ്ങൾക്ക് ഞാൻ കൊടുത്തത്. ടാപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ തലയിലൊരു തണുപ്പ് ഫീൽ ചെയ്തു, പിന്നെ ഒരു ആശ്വാസം തോന്നി. 10 out of 3 or 4 ആ ഒരു ലെവലിലേക്ക് മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ട്. എന്തായാലും ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, കോണ്ടാക്ട് ചെയ്യും. അത് നമ്പർ കിട്ടുള്ളൂ, കോണ്ടാക്ട് ചെയ്യും. വെരി ഗുഡ്. തീർച്ചയായിട്ടും അത് 0യിലേക്ക് നമുക്ക് എത്തും. നിങ്ങൾ വളരെ ചെറിയ മിനിറ്റ് കൊണ്ട് ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ, നമ്മൾ കൃത്യമായി റൗണ്ട്സ് എടുത്ത് സമയം ചെയ്യുമ്പോൾ വലിയ ഒരു മാറ്റം അനുഭവപ്പെടും. താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും?
ടാപ്പ് ചെയ്തിട്ടല്ലേ ആയിപ്പോയോ കുറെ ആൾക്കാരെ? പിന്നെ ഒരു അനക്കമില്ലല്ലോ. ഓക്കെ, സെഷനെ കുറിച്ചും പറയാട്ടോ. സെഷനെ കണ്ടതിനോട് പറയാട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണല്ലോ നമ്മുടെ നന്ദി വാക്കുകൾ, നമ്മുടെ വാക്കുകൾ നന്ദി വാക്കായിട്ട് മാറുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഭവപ്പെടാൻ പറ്റുക. ഓക്കെ, വേറെ ഒന്നും പറയുന്നില്ല. ജോൺ സർ, ആസ്യൂസ് ഫോൺ ഉപയോഗിക്കുന്ന ആളുണ്ട്. കുഞ്ഞാൻ, അമാനി സർ, സഹൽ. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഫീലിംഗ് ഉള്ള ക്ലാസ് ആയിരുന്നു. വെരി ഗുഡ്, അൽഹംദുലില്ലാ, വലിയ സന്തോഷം. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് സന്തോഷം നിങ്ങളെ കണ്ടതിലും. മുഹമ്മദ് സഹൽ. ഓക്കെ, ഓക്കെ, താങ്ക് യു. മൂസിന റാഷിദ്, നൂറു, മുഹമ്മദ് അലി സർ, സുഹൈൽ എം കെ. ഓക്കെ, അമാനി സാറ് ഖത്തറിലാണുള്ളത്? ഞാൻ ഖത്തറിലുള്ളത്. ഓക്കെ ഓക്കെ, അത് നേരത്തെ നിങ്ങളെ പിന്നെ മറുപടിയില് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ അതെ. എനിക്ക് ഈ ക്ലാസ്സിൽ ഒരു പ്രധാന പോയിന്റ് പറയാനുള്ളത്, സാറ് പറഞ്ഞതില് കുറെയൊക്കെ എനിക്ക് വൈഫ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കുറെ ഫീലിംഗ് കുറെ ഉണ്ടായിരുന്നു. ഇന്നും ഇതേപോലെ ഒരു ഫീലിംഗ് നമ്മുടെ വീട്ടിൽ നിന്ന് അനുഭവപ്പെട്ടപ്പോ, കഫീലിന്റെയും മാഡത്തിന്റെയും അനുഭവപ്പെട്ടപ്പോ, വൈഫിനോട് ഷെയർ ചെയ്തപ്പോൾ കുറെ പോസിറ്റീവ് എനർജി തന്നു. അതിലൂടെ കുറെ കുറഞ്ഞിരുന്നു. ആ ഒരു അനുഭവം ഞാൻ പങ്കുവെച്ചു. ഓക്കെ, വെരി ഗുഡ്. തീർച്ചയായും ഒരു നല്ലൊരു ഒരു പങ്കാളി എപ്പോഴും ഒരു പോസിറ്റീവ് ആണെങ്കിൽ നമ്മളും വലിയ അതെ, കാര്യങ്ങളൊക്കെ അനുഭവിക്കും. കാരണം എന്റെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായപ്പോ ഓള് പിന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ പ്രശ്നം, സാധാ പോലെ അല്ലല്ലോ എന്ന് ചോദിച്ചു. പറഞ്ഞപ്പം വളരെ സന്തോഷമായി. പിന്നെ വൈകുന്നേരം ക്ലാസ്സും. അപ്പൊ ഓക്കെ, താങ്ക് യു. ഓക്കെ, മറ്റുള്ളവർ പറയൂ. ഓക്കെ, ഒരുപാട് നന്ദി അമാൻ സർ. താങ്ക് യു. ഓക്കെ, ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? വീഡിയോ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാം.